വോട്ടെടുപ്പിന് മുമ്പും അതിനുശേഷവും വിവിധ ചാനലുകൾ നടത്തിയ അഭിപ്രായ സർവേ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ടൈംസ് നൗ സർവേ പ്രകാരം UDFന് 12 സീറ്റും LDFന് 8 സീറ്റും NDAക്ക് 1 സീറ്റും ലഭിക്കാൻ സാധ്യതയുണ്ട്. മാതൃഭൂമി നടത്തിയ സർവേ പ്രകാരം UDFന് 14ഉം LDFന് 5ഉം ഒപ്പത്തിനൊപ്പം 1 സീറ്റിലും പിന്നെ NDAക്ക് കേരളത്തിൽ 1 സീറ്റ് ലഭിക്കില്ല എന്നുമാണ്. റിപ്പോർട്ടർ TV സർവേ പ്രകാരം UDFന് 15 സീറ്റും LDFന് 5 സീറ്റും NDAക്ക് 1 സീറ്റും ലഭിക്കുകയില്ല എന്നുമാണ്. ന്യൂസ് എക്സ് ഒപ്പീനിയൻ പോൾ പ്രകാരം UDFന് 14ഉം LDFന് 4 സീറ്റും NDAക്ക് 2 സീറ്റും നേടാൻ കഴിയുമെന്ന് പ്രവചിക്കുന്നു. UDFനെ നിരാശപ്പെടുത്തുന്ന സർവേ ഇന്ത്യ TV ഒപ്പീനിയൻ പോൾ. UDF 11 സീറ്റിലും LDF 6 സീറ്റിലും NDA 3 സീറ്റിലും വിജയിക്കുമെന്ന് പ്രവചിക്കുന്നു. ട്വൻ്റി4 ന്യൂസ് സർവേ UDFന് 13ഉം LDFന് 4ഉം ഒപ്പത്തിനൊപ്പം 3 സീറ്റിലും പിന്നെ NDA ഇവിടെയും 0 തന്നെ. ABP ന്യൂസ് സി വോട്ടർ സർവേ UDF കേന്ദ്രങ്ങളിൽ ഏറെ സന്തോഷമുണ്ടാക്കിയ ഒരു പ്രവചനമാണിത്. UDF 20 ഔട്ട് ഓഫ് 20, LDF 0, NDA 0. മനോരമ ന്യൂസ് UDF 12, LDF 8, NDA 0. TV9 സർവേ പ്രകാരം UDFന് 17 സീറ്റും LDFന് 1 സീറ്റും ലഭിക്കുമെന്ന് പ്രവചിക്കുന്നു. NDAക്ക് ഇവിടെ 2 സീറ്റ് ലഭിക്കുമെന്നും പ്രവചനം. ഏതായാലും യഥാർത്ഥ റിസൾട്ടിനായി നമുക്ക് ജൂൺ 4 വരെ കാത്തിരിക്കാം. ഗുഡ് ബൈ.